അലറിക്കറിയ. എന്താടി? അതുപോലെയുള്ള പാപങ്ങളല്ലേ നിങ്ങൾ ചെയ്തു കൂട്ടുന്നത്? അയ്യോ, അകത്തോട്ട് പോയിട്ട് വന്നപ്പോഴെന്താ ഇവക്ക് ഇങ്ങനെ ഒരു ഭാവമാറ്റം? എന്താണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? അമ്മയുടെ മോൻ പറഞ്ഞില്ലേ? എന്ത്? എന്റെ മോളിപ്പോ ആ തോമസ് സാറിന്റെ അടുത്ത വിഷം ഉള്ളി ചെന്നിട്ട്. ഞാൻ നല്ല ശുദ്ധമായ പലഹാരം എന്റെ മോൾക്ക് ഉണ്ടാക്കി കൊടുത്തത്. അത് കഴിച്ചിട്ട് മോളിപ്പോ തോമസ് സാറിന്റെ അടുത്തേക്ക് പോയിരിക്കുന്നത്. അതിന്റെ അകത്ത് വിഷം കലർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ദേ അമ്മയുടെ മോൻ തന്നെയായിരിക്കും. അമ്മ വെറുതെ നിരപരാധിയായ എന്റെ അച്ഛനെ കുറ്റപ്പെടുത്തരുത്. ഞാൻ ആ ലേഖയുടെ വീട്ടിലേക്ക് വരുമ്പോ അമ്മ അവിടെ ഇരുന്ന് പലഹാരം ഉണ്ടാക്കുമായിരുന്നല്ലോ. പിന്നെ അവിടെ വന്നോ അച്ഛൻ അതിനകത്ത് വിഷം കലർത്താൻ? ഇങ്ങേര് കലർത്തിയില്ലെങ്കിൽ ഇങ്ങേര് ആളെ വിട്ട് കാണും അതിൽ വിഷം കലർത്താനായിട്ട്. അമ്മേ, ഇവളെന്തൊക്കെയാ പറയുന്നേ? പറയട്ടെടാ, പറയട്ടെ. എടീ മോഹിനി, നീ എന്നെ ഇവനെ പോലീസ് സ്റ്റേഷനിൽ ഇട്ട് തല്ലിച്ചില്ലേ? അതിനു പകരമായിട്ട് ദൈവം തന്നതാ. നിന്റെ മോളുടെയും കൂടെ മാത്രമല്ല ദൈവം ഉള്ളത്. ചില നേരത്തെ ഞങ്ങൾക്കൊപ്പം നിൽക്കും. അതിന്റെ തെളിവാണ് ഈ കണ്ടത്. ആരും കൂടുതലൊന്നും പറയണ്ട. എല്ലാവർക്കും സംശയം ദേ ഇങ്ങനെ തന്നെയാ. ഞാൻ എന്ത് ചെയ്യുന്ന? എന്റെ ഗ്രഹണ സമയത്ത് എല്ലാരും സംശയിക്കാമേ. ഞാൻ മനസ്സാ വാച അറിയാത്ത കാര്യത്തിനാ ഇപ്പൊ പഴി കേട്ടോണ്ടിരിക്കുന്നത്. അതിനായിരിക്കും ചിലപ്പോ ഞാൻ തല്ലും കൊണ്ടത്. എന്നിട്ട് ഇപ്പൊ അവൾക്ക് എങ്ങനെയുണ്ട്? ഒന്നും അറിയില്ല. വിഷം ഉള്ളി ചെന്നിട്ടുണ്ടെങ്കിൽ ഇനി കുഞ്ഞിനെന്തെങ്കിലും പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അത് കേട്ടപ്പോ എല്ലാവർക്കും സന്തോഷമായല്ലോ. എടി, എന്തു സംഭവിച്ചാലും ശരി, അത് നിന്റെയും നിന്റെ മോളുടെയും കർമ്മഫലവാ. ആ കർമ്മഫലം ആരുണ്ടാക്കിയാലും ശരി, അവരെയൊന്നും എന്റെ മോളും മരുമോനും വെറുതെ വിടില്ല. മരുമോനാ? ഏത് മരുമോൻ? ഇവൾക്കറിയാം ഇവളുടെ ഇപ്പോഴത്തെ മരുമകൻ ആരാണെന്ന്. ഓ, കഴുത്തിൽ താലി കെട്ടിയത് കൊണ്ട് കാര്യമില്ലല്ലോ. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാണ് ഒരു പെണ്ണിന്റെ ഭർത്താവ്. അങ്ങനെ വരുമ്പോ ഇപ്പോഴുള്ള ഇവളുടെ മരുമോനെ പറ്റിയാ ഇവള് പറഞ്ഞത്. അതാ മാർക്കോ തന്നെയായിരിക്കും. അല്ലെങ്കിൽ അവൻ എന്നോട് ഈ ചതി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇനിയെങ്കിലും നിനക്ക് ആ സത്യം ഒന്ന് പറഞ്ഞൂടെ? അറിയാതെ നിന്റെ നാവിന്ന് വന്നല്ലോ. നിന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ നിനക്കും നിന്റെ മരുമോനും അത് സഹിക്കത്തില്ലല്ലോ. അങ്ങനെ സഹിക്കാൻ പറ്റാത്ത മരുമോൻ ആരാടി? പോയി അന്വേഷിക്കേ, എന്നിട്ട് കണ്ടുപിടിക്കേ. പ്രതാപ, അവളുടെ വയറ്റിൽ നിന്ന് അലസിപ്പോയത് ആ മാർക്കോടെ കുഞ്ഞാണെങ്കിൽ നിന്റെ വയറ്റിൽ നിന്നും കുറെ ചോരയൊക്കെ പോവല്ലോടാ. അന്ന് ആ മേഘം കാറുകൊണ്ട് ഇടിച്ചപ്പോഴേ അവൻ അങ്ങ് തീർന്നിരുന്നെങ്കിൽ ഇപ്പൊ ഒന്നും പേടിക്കാനില്ലായിരുന്നു. അന്ന് അവൻ എന്തിനാ ആ കാറിന്റെ പിന്നാലെ പോയതെന്നാ ഞാൻ ആലോചിക്കുന്നത്. അത് മോൾക്ക് മനസ്സിലായില്ലേ? മേഘനെയും അതിന്റെ കൂടെ കണ്ണനെയും കൂടെ കൊല്ലാനായിട്ട് അവൻ പോയത്. അതിനിടയ്ക്കല്ലേ മേഘം കൊണ്ടുപോയി അവന്റെ വണ്ടിയിൽ ഇടിച്ചത്. അതോടെ പിന്നെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാർക്കോ മേഘന്റെ തലയ്ക്ക് കല്ലെടുത്തിട്ടതാ. ശരിയാ. അങ്ങനെ അവന്റെ ബോധം പോയതോടെ കണ്ണൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിലേ കണ്ണനെ കൊന്നേനെ മാർക്കോ. അതിനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. നീ ഒന്ന് നിർത്തുന്നുണ്ടോ? അവള് തോമസ് വൈദ്യന്റെ അടുത്താണെന്ന് അറിഞ്ഞിട്ടും നിനക്ക് ഒരു സന്തോഷവും ഇല്ലാടാ? സന്തോഷമുണ്ടമ്മേ, എന്നുവെച്ച് വേദനയ്ക്കൊരു പരിഹാരമില്ലല്ലോ. ഇപ്പഴാ നീ തല്ലുകൊട്ടതിന്റെ ഒരു സുഖം എനിക്ക് കിട്ടിയത്. എന്തോ അമ്മ ഈ പറയുന്നേ? ശവത്തിൽ കുത്തല്ലേ? എടാ, അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റിയില്ലേ അവളുടെ കുഞ്ഞു പോയെന്ന്. അത് നല്ല കാര്യ. അവളുടെ കുഞ്ഞു പോയിന്നാരും പറഞ്ഞില്ലല്ലോ. വിഷം ഉള്ളിൽ ചെന്നല്ലോ, പിന്നെ കുഞ്ഞു ജീവനോടെ ഇരിക്കുവോ? അത് പോയി. ഇവളോട് ചിലപ്പോ അവളുടെ മോള് ലേഖയൊന്നും പറഞ്ഞു കാണില്ലായിരിക്കും.
പക്ഷെ അമ്മയുണ്ടാക്കിയ പലഹാരം മോള് കഴിച്ചെങ്കിൽ ഇപ്പോ ഇവിടെ കിടന്ന് ചാടിത്തുള്ളി പോയവളുടെ പേരക്കുട്ടി സ്വാഹ.